അപ്പോൾ ഒരിക്കൽ കൂടി 4 Kids സ്പെഷ്യൽ ഹാപ്പി ന്യൂ ഇയർ സെഗ്മെന്റിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ തവണ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞത് നമുക്ക് എങ്ങനെയാണ് പാരന്റ്സിനെ ഏറ്റവും നല്ല ടോയ്സ് സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് നമ്മൾ പല ഏരിയയിലും ഏറ്റവും നല്ലത് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാകുമ്പോഴും ഈ ഒരു ടോയ്സ് ഏരിയയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നു എന്നൊക്കെ സർ നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഈ ഒരു കേരളത്തിൽ എങ്ങനെയാണ് ഈ ഒരു ഹോൾസെയിൽ ശൃംഖലയുടെ വിപണന സാധ്യത, അത് എവിടേക്കാണ് മാർക്കറ്റ് ചെയ്യുന്നത്, ആ ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സ് എങ്ങനെയാണ് സർ പിടിച്ചെടുക്കുന്നത്, ഇതിലേക്കൊക്കെ നമുക്ക് ഒന്നുകൂടി പോയി നോക്കാം. നിങ്ങളുടെ ടോയ് ഷോപ്പ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? മാറുന്ന ട്രെൻഡിനനുസരിച്ച് എങ്ങനെ അപ്ഡേറ്റ് ആയിരിക്കാമെന്ന ആശങ്കയിലാണോ? ക്വാളിറ്റി ടോയ്സ് എങ്ങനെ, എവിടുന്ന്, എത്ര വേഗത്തിൽ കിട്ടുമെന്ന് ആലോചിച്ച് വേവലാതിപ്പെടുകയാണോ? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. സ്മാർട്ട് ഫോൺ കയ്യിലില്ലേ? എങ്കിൽ ഉടൻ തന്നെ 4Kids ടോയ്സിന്റെ B2B മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ക്വാളിറ്റിയും വൈവിധ്യമായ ടോയ്സ്, ബേബി ക്രാഡിൽസ്, ട്രൈസിക്കിൾസ്, വാക്കർ, മാജിക് കാർ ഉൾപ്പെടെ കിൻഡർ ഗാർഡൻ, സ്കൂൾസ് ഫർണിച്ചർ, കിഡ്സ് പ്ലേ ഏരിയ അല്ലെങ്കിൽ ഒരു പാർക്ക് തന്നെ സെറ്റ് ചെയ്യാനുള്ള എല്ലാവിധ ഇൻഡോർ ഔട്ട്ഡോർ പ്ലേ എക്യുപ്മെന്റ്സുകളും സ്വപ്നതുല്യമായ ഹോൾസെയിൽ വിലയിൽ കേരളത്തിൽ എവിടെയും നിങ്ങളുടെ ഷോപ്പിൽ ഞങ്ങൾ എത്തിക്കും. ലേറ്റസ്റ്റ് മോഡലുകളുടെയും എഡ്യൂക്കേഷൻ ടോയ്സുകളുടെയും വിപുലമായ കളക്ഷൻ, ISC ISO സർട്ടിഫൈഡ് ടോയ്സുകളുടെ വൻ ശേഖരം. 4Kids ടോയ്സ്, ക്വാളിറ്റി ടോയ്സ് ഫോർ ഫൺ ആൻഡ് ലേൺ. ഫോർ മോർ എൻക്വയറി കോൾ 99517133. അപ്പോൾ ഒരു 9 വർഷം മുമ്പ് ഇത്തരം ഒരു പ്രവാസ മേഖലയിൽ നിന്ന്, അതും നാട്ടിൻപുറത്ത് അല്ലെ, നാട്ടിൻപുറത്ത് പിന്നെ ഇങ്ങനെ ഒരു സാധ്യത കാണുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ധൈര്യം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് എങ്ങനെയായിരുന്നു ഈ ഒരു കിഡ്സ് ഏരിയയിലേക്കുള്ള ഒരു പ്രവേശനം എങ്ങനെയായിരുന്നു? ഞാൻ ഈ ടോയ്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന, അതായത് എൻ്റെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒട്ടനവധി ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തും അതുപോലെ ചൈനയുടെ പല ഭാഗങ്ങളിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ തീരെ ഡെവലപ്പ് ആവാത്ത ഏരിയകൾ പോലും ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് മനസ്സിലായി, കാരണം നമ്മളൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നമ്മളെ തേടി കസ്റ്റമേഴ്സ് നമ്മളെ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് വരും എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് എനിക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ടോയ്സ് ആ ഒരു മിതമായ നിരക്കിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഏറ്റവും എക്സ്പെൻസീവായ ഒരു ടൗണിൽ ഒരു ഷോറൂമോ അല്ലെങ്കിൽ ഒരു വെയർ ഹൗസോ ഒക്കെ സെറ്റ് ആകുന്ന സമയത്ത് അതിൻ്റെ ഒരു ഓവർ ഹെഡ് എക്സ്പെൻസ് ഉണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ ഓൺ ബിൽഡിംഗ് ആണ്, ഓൺ ലാൻഡ് ആണ്. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു ടോയ്സ് എന്നിലേക്ക് എത്താനുള്ള ആ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസ് ഒന്നും അതിന്റെ മുകളിൽ ഞാൻ ഓവർ ഹെഡായി വരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മാർക്കറ്റിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ടോയ്സ് നല്ല ഒരു പ്രൈസിൽ എനിക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ കഴിയും. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് എൻ്റെ ബിസിനസ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസം കഴിയുമ്പോഴത്തേക്കും അതിന്റെ റെന്റും എക്സ്പെൻസ് എല്ലാം കൂടെ ആയിട്ട് ടെക്നിക്കലി അതെല്ലാം ഈ പ്രൊഡക്റ്റിന്റെ മുകളിൽ ഞാൻ അത് എടുക്കേണ്ടി വരും, കാരണം അല്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് എൻ്റെ വില്ലേജിൽ, എൻ്റെ ഏരിയയിൽ ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് സെറ്റ് ചെയ്തത്. മാഡം ചോദിച്ചത് കറക്റ്റ് ആണ്, കാരണം എൻ്റെ അടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും ഒരു ഉള്ള ഏരിയയിൽ ഇത്രയും നന്നായിട്ട് ഒരു ഷോറൂം എന്തിനു സെറ്റ് ചെയ്തു എന്നുള്ളത്, കാരണം ഇവിടെ എത്രയും അതിനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത്. എൻ്റെ സാധ്യത ഞാൻ കാണുന്നത് എനിക്ക് കാസർഗോഡ് നിന്ന് അതുപോലെ ട്രിവാൻഡ്രത്ത് നിന്ന് അങ്ങനെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും കസ്റ്റമേഴ്സ് എന്നെ തേടി എന്റെ ഷോറൂമിൽ വരാറുണ്ട്. അപ്പോൾ ഇതൊരു ഹോൾസെയിൽ ശൃംഖലയാണെന്ന് സർ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ്, ആരൊക്കെയാണ് ഇതിന്റെ ഒരു കസ്റ്റമേഴ്സ്, എങ്ങനെയാണ് അത് ഏറ്റവും നന്നായിട്ട് കേരളത്തിൽ ഇങ്ങനെ വിപണനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? നമ്മുടെ ടോയ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 100% നോൺ ടോക്സിക് ആയിട്ടുള്ള ടോയ്സ് ആണ്. അപ്പൊ അതിന്റെ അവൈലബിലിറ്റി അതുകൊണ്ട് തന്നെ അത് അന്വേഷിച്ച് നമ്മുടെ അടുത്തേക്ക് കസ്റ്റമേഴ്സ് എത്താറുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഷോപ്പുകൾ ഒത്തിരി ഉണ്ട്. ഏകദേശം 700ഓളം ഷോപ്പിൽ ഇന്ന് 4Kidsന്റെ ടോയ്സ് അവൈലബിൾ ആണ്. അത് മാത്രമല്ല, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കസ്റ്റമൈസ്ഡ് B2B മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെ ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്
നമ്മുടെ ഷോപ്പിൽ വരേണ്ട ആവശ്യമില്ല. നമുക്ക് അവര് ബിസിനസ് ചെയ്യുന്ന സമയത്ത് പോയിട്ട് അവരെ ഇന്ററപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെ ഫ്രീ ടൈമിൽ അവരെ കയ്യിലുള്ള മൊബൈലിൽ വെച്ചിട്ട് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും അതിൽ അവൈലബിൾ ആണ്. അവർക്ക് അതുവഴി തന്നെ ഓർഡർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു കുട്ടികളെക്കാൾ അധികം പാരന്റ്സ് കാണേണ്ട ഒരു സെഗ്മെന്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യങ്ങൾ മാറ്റർ നോക്കുമ്പോൾ അതാണ് മുസ്തഫ സാർ ഈ ഒരു സെഗ്മെന്റിൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്തതെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും വൺസ് അഗെയിൻ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പുതുവർഷം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.